അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻസി നാത്തൂനെ ഒഴിവാക്കിയോ, അതുപോലെ കുഞ്ഞോളോട് തെറ്റിലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചോദിക്കാനുള്ള ഇട വന്നു. കാരണം ഓള് പരിപാടിക്ക് വന്നിട്ടില്ല, കുഞ്ഞോള് പരിപാടിക്ക് വന്നിട്ടില്ല. പിന്നെ ഞങ്ങളെ വ്ളോഗിൽ ഇപ്പൊ കുഞ്ഞോള് ഉണ്ടാവലില്ലല്ലോ. എന്താ അപ്പോൾ റീസൺ എന്ന് വെച്ചാൽ കുഞ്ഞോള് റെസ്റ്റിലാണ്. റെസ്റ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഒന്നാമത് വയ്യാത്തനെ കൊണ്ടാണ് വരാത്തത്. ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിപാടിക്ക് ആരും വരാണ്ടിരിക്കൂലല്ലോ. അപ്പൊ അങ്ങനെ അത് ചിന്തിച്ചാൽ മതി. പരിപാടിക്ക് വരാത്തത് റെസ്റ്റോ വയ്യാത്തനെ കൊണ്ടാണ്. പിന്നെ അതേപോലെ കുറെ കമന്റ് ഉണ്ടോ നിങ്ങളെ കുഞ്ഞോളെ ഒഴിവാക്കാന് ഇത് എന്താ പറയാ പട്ടിയോ പൂച്ചോ ഒന്നും അല്ലല്ലോ, ഫ്രണ്ട്ഷിപ്പും അല്ലല്ലോ. പിന്നെ ഇത് ഞാൻ ഇതുവരെ എന്നെ കണ്ട ജിൽഷാക്കാനെ പെങ്ങളെ പോലെ അല്ല. ഞാൻ എൻ്റെ താത്ത എന്ന് വെച്ചാണെങ്കിൽ എനിക്ക് നാത്തൂനെ പോലെ അല്ല ഇതുവരെ കണ്ടത്. ഞാൻ എൻ്റെ താത്ത എന്നുള്ള ലെവലിലാണ് ഇതുവരെ കണ്ടത്. അപ്പോൾ അങ്ങനെ അപ്പം നിങ്ങളായിട്ട് ആരും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു വരുന്നു കമന്റിലൊക്കെ. എന്തായാലും പരിപാടി അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് തന്നെ പിന്നെ നടന്നു. കുഞ്ഞോളെ 2 മക്കളും ഉണ്ട് കേട്ടോ. പരിപാടിക്ക് 2 ആൾക്കാരും വന്നത്, മുഷ്ഫിക്കും മുസ്താഖും. പിന്നെ അതാ മുസ്താഖ് അപ്പൊ വീഡിയോ എടുക്കുന്നത്. തെറ്റിയെന്താവുമെന്ന് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, കുഞ്ഞോള് ഇവിടെ തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോയില് ബാക്കി കാര്യങ്ങളൊക്കെ പറയണ്ട്. പരിപാടി അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ പരിപാടി നടത്തിയിരുന്നത് പെരിന്തൽമണ്ണ കൊടുകുത്തിമലയുടെ മേലുള്ള എക്സൈറ്റ് റിസോർട്ടിൽ വെച്ചായിരുന്നു. കാരണം റിസോർട്ടിനെ പറയാൻ കുറേ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. പ്രോഗ്രാം നടത്താനായിക്കോട്ടെ, അവിടെ നിൽക്കാനായിക്കോട്ടെ. നിൽക്കാന്ന് വെച്ചാണെങ്കിൽ 2 വിധ റൂമുണ്ട് കേട്ടോ. ഒന്നെന്ന് വെച്ചാണെങ്കിൽ ഭയങ്കര ഹൈ ലെവൽ, ഹെവി എന്ന് വെച്ചാൽ ഹെവി എന്നല്ല, നമ്മളിപ്പോ ചിന്തിക്കൂലേ ഈ വായുവിൽ നിൽക്കാന്ന് വിചാരിക്കൂലേ, അതേപോലെ തന്നെ വെറും ഗ്ലാസ്, അതിലൊരു ബെഡും ഇതും മാത്രമായിട്ട് അടിപൊളി റൂംസ് ആണ് അവിടെ ഉള്ളത്. കാരണം നൗഫലിന്റെ പരിപാടിക്ക് ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാണ് നമ്മളെ കുട്ടിയുടെ പരിപാടി ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ അന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ നടന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇവൻറ്റ് പിന്നെ മറ്റേ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ കേട്ടോ. കാരണം അവരെന്നെ ഇഷ്ടംപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം അതിൽ ഇവൻറ്റ് ചെയ്തത് മറ്റേ ഫുഡിന്റെ ഇവന്റ് റോയൽ കാറ്ററിംഗ്. അത് റോയലിനെ പറ്റി പിന്നെ പറയണ്ടല്ലോ, അൻവർ ഖാൻ. മാഷാഅല്ലാഹ് ഫുഡ് ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ എല്ലാവരും ഞങ്ങളോട് വന്ന് പറയുന്നത് എന്താ വെച്ചാണെങ്കിൽ പരിപാടിനെക്കാട്ടും അടിപൊളിയായത് ഫുഡാണ്. ഫുഡ് വെച്ചാൽ എല്ലാവിധ ഫുഡും. പിന്നെ അതേപോലെ തന്നെ അവര് പറഞ്ഞിരുന്നു ഒരു കപ്പയും മീൻകറി എന്ന് പറഞ്ഞിരുന്നു. അതാണെങ്കിൽ അതിനപ്പുറം പാൽക്കപ്പ. ഓ മാഷാഅല്ലാഹ് എല്ലാം ഒന്നിനോടൊന്നും വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവന്റിന്റെ പേരെന്താന്ന് പറഞ്ഞാൽ ദ പാർട്ടി ബോക്സ് ഇവന്റ് പറഞ്ഞ സ്റ്റേജിന്റെ അടിയിലൊക്കെ ആയിട്ട് ഭയങ്കര രസകരമായിട്ട് പിന്നെ ഞാൻ ആകെ ഒരു കാര്യം ഞാൻ പറഞ്ഞു സുഫാൻ ഖാൻ. പിന്നെ സുഫാൻ ഖാൻ എടുത്തു പറയണം കേട്ടോ, ഈ പരിപാടിക്ക് മൊത്തം ഓടി നടന്നത് സുഫാൻ ഖാൻ അറിയണ്ടാവല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു എന്ന് വെച്ചാൽ പടക്കം പൊട്ടണം മുകളിൽ പോയിട്ട്. വലിയൊരു ആഗ്രഹമാണ് അത്. എന്ന് വെച്ചാൽ എന്താ പറയുക, ഇങ്ങനെ മുകളിൽ പോയി പൊട്ടുന്നത്. അത് അതേപോലെ ഞങ്ങൾ വിചാരിച്ചില്ല, ഞങ്ങൾ 2 ആളും വിചാരിച്ചില്ല അത് ചെയ്തുതരുമെന്നൊന്നും. അത് സുഫാൻ ഖാൻ പോയി അത് സെറ്റാക്കി. പിന്നെ കേക്ക് മുറിക്കുമ്പോൾ അയാൾ കാണുന്നത് മുകളിൽ പൊട്ടുന്നത് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ പിന്നെ അതിൽ പൂത്തിരിയും കാര്യങ്ങളൊക്കെ അതും എൻ്റെ ഫ്രണ്ട് ആയിരുന്നു. സ്പാർക്ക് SFX, അതായത് അവരുടെ പേരാട്ടോ, നിസാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഉണ്ട്, ഓൻ്റെ ആയിരുന്നു SF. അതുപോലെ പിന്നെ എന്തായിരുന്നു ലൈറ്റ് നമ്മുടെ അനിയൻ്റെ തന്നെയാണ്. അതുപോലെ വേറെ എന്താ കേക്ക് ചോക്കോ ക്രഷ് മഞ്ചേരി. ഓക്കെ. ഓ മാഷാഅല്ലാഹ് കേക്കിനെ പറ്റി പിന്നെ പറയാനില്ല. എന്നുവെച്ചപ്പോ ഞാൻ ഇവിടെ മൂത്തമ്മാൻ്റെ അടുത്തൊക്കെ പോയ അപ്പൊ അവിടെ നോലൊക്കെ പറയാ അടിപൊളി കേക്കായി. പിന്നെ സുഫാൻ കോലോട് തന്നെ പറഞ്ഞിരിക്കും പോലെ ഓലിപ്പം വിളിച്ചിരുന്നു. സുഫാൻ കപ്പളെ പറയുന്നുണ്ട് കേക്ക് കഴിച്ചപ്പോ അടിപൊളി കേക്കായിരുന്നു. കേക്ക് മാഷാഅല്ലാഹ് അടിപൊളിയായിരുന്നു. എന്തായാലും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോസുകൾ കാണാൻ ആഗ്രഹം ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വീഡിയോസുകളൊക്കെ സെറ്റാക്കിക്കണു ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡിയോയിൽ. അതെന്തായാലും കാണിക്കാം. ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ വയ്യാത്തതുകൊണ്ട് അതെ എന്തൊക്കെയോ വൈറസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടേ വയ്യ. അപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് സെറ്റാവും. പിന്നെ എക്സ്പെഷ്യലി എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് വ്ളോഗേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഫാമിലി ഉണ്ടായിരുന്നു. ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. മാഷാഅല്ലാഹ് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ മൊത്തം എത്തിക്കും. ഫാമിലിയിൽ വിളിച്ച ആൾക്കാരൊക്കെ വന്നിട്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും എന്ന് പറയാം എല്ലാവരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ എല്ലാവരും വന്നതിന് ഭയങ്കര 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ എല്ലാവരും വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രിയോ
അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ പറയാൻ എന്താ കാരണം വേറെ ഒരു കാര്യമുണ്ട്. നാളാട്ടല്ല മോളെ ബർത്ത്ഡേ 18-ാം തീയതി വെച്ചാണെങ്കിൽ ഞങ്ങള് അപ്പോൾ ബർത്ത്ഡേ കുറെ ആൾക്കാർ പറഞ്ഞിന് ബർത്ത്ഡേ മുമ്പ് ഒരിക്കലും വെക്കാൻ പാടില്ല എന്ന്. അറബി മാസം ഷവ്വാൽ 19-നോ അങ്ങനെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെ ഇപ്പൊ നോക്കൊക്കെ അറിയില്ല കേട്ടോ. ഷഹബാൻ 19. അപ്പൊ എന്തായാലും സെറ്റ് ആയിക്കണം മാഷാ അല്ലാ. വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, നിങ്ങൾ കാണണം ഇൻഷാ അല്ലാ. എന്തായാലും പിന്നെ അതേപോലെ തന്നെ ചരക്കെന്തോ പറഞ്ഞൊക്കെ എങ്ങനെ കഴിക്കാൻ പാടില്ല. പിന്നെ അതേപോലെ ലസമോളല്ലോ കേക്ക് മുറിച്ചത്. പിന്നെ ഒന്നാമത് കേക്ക് മുറിക്കാൻ പാടില്ല. 2 ഉമ്മമാരും ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയിട്ട് ഞങ്ങൾ തന്നെ ഒരു കേക്ക് മുറിച്ച് അല്ലേ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ ഇൻഷാ അല്ലാ. എന്തായാലും ഓരോ ടീം ഇങ്ങനെ പോയി. മറ്റേ മിസിരി കുൽസു ദിൽന ഓല് പോയി. ഉമ്മയും മോനൂസുണ്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ഓലും പോകും ഇൻഷാ അല്ലാ. ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് മറ്റേ വീഡിയോസുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ അടുത്ത അടിപൊളി വീഡിയോ വരേണ്ട. അതിലേക്ക് ടാറ്റ ബൈ.